പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹു അവന്റെ മലക്കുകളിൽ നിന്ന് ദൂതന്മാരായി ചില മലക്കുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും ചില ആളുകളെ ദൂതന്മാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് അവന്റെ സ്മരണ അത് അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. ഭൂമിയിൽ പള്ളികളെ അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. മാസങ്ങളിൽ നിന്ന് റമദാൻ മാസത്തെയും യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളെയും പ്രത്യേകമാക്കി തിരഞ്ഞെടുത്തു. ദിവസങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസത്തെ അവൻ പ്രത്യേകമാക്കിയിട്ടുണ്ട്. രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ അല്ലാഹു പ്രത്യേകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച പ്രത്യേകമാക്കിയതിനെ നാം പ്രത്യേകമാക്കണം. ഏതൊക്കെ കാര്യങ്ങളാണോ അല്ലാഹു പ്രത്യേകമാക്കിയത്, അല്ലാഹു ബഹുമാനിച്ചത്, അല്ലാഹു ആദരിച്ചത്, ആ സമയങ്ങളെ മാത്രമാണ്, ആ കാര്യങ്ങളെ മാത്രമാണ്, ആ വസ്തുക്കളെ മാത്രമാണ് നമുക്കും പ്രത്യേകമാക്കുവാനും ബഹുമാനിക്കുവാനും അവകാശമുള്ളൂ. ഇത് ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾക്കൊക്കെ ബോധ്യമാകുന്ന കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അതുകൊണ്ട് തന്നെ അല്ലാഹു ബഹുമാനിച്ച, ആദരിച്ച, അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തതിനെയെല്ലാം അതേ രൂപത്തിലാണ് നാം കാണേണ്ടത്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആമുൽ ഹിജ്രി, ഹിജ്റ വർഷത്തിന്റെ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവേശിക്കുമ്പോൾ അതിലെ 1ാമത്തെ മാസം എന്നത് മുഹറമാണ്. മുഹറം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയ ഒരു മാസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശഹ്റുല്ലാഹ് അൽ മുഹറം എന്നാണ്. അല്ലാഹുവിന്റെ മാസമായ മുഹറം എന്നാണ്. അല്ലാഹു അവനിലേക്ക് ചേർത്തു പറഞ്ഞതുകൊണ്ട് തന്നെ അത് വലിയ പ്രാധാന്യവും മഹത്വവുമുള്ള മാസമാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം തന്റെ സഹീഹ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളു الصിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹ് അൽ മുഹറം وأفضل الصلاة بعد الفريضة أو بعد المكتوبة صلاة الليل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് മാസം, നോമ്പുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള നോമ്പ് അത് റമദാനിലെ നോമ്പാണ്. ആ റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് മുഹറമിലെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നമസ്കാരം എന്നത് ഫർള് നമസ്കാരമാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നിസ്കാരം അത് രാത്രി നിസ്കാരമാണ് എന്നും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ നോമ്പുകൾ കൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസം, നോമ്പെടുക്കാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട മാസം അത് മുഹറമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകതയും പവിത്രതയും അതിലൂടെ നമുക്ക് ബോധ്യമാകും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയുടെ 36ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ മാസം കണക്കാക്കപ്പെടുന്നത് 12 ആണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾ പവിത്രമായ മാസമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇതത്രേ ചൊവ്വായ മാർഗം, ഇതത്തെ ചൊവ്വായ മതം
എന്ന് ശേഷം അല്ലാഹു പറഞ്ഞു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം നബി ബക്കർ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അബൂ ബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സനതു 12 ശഹ്റൻ വർഷം 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. സലാസത്തുൻ മുതവാലിയാത്ത് 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമുമാണ്. വറജബ മുളറ അല്ലദീ ബൈന ജുമാദ വശഅബാൻ ജുമാദയുടെയും ശഅബാന്റെയും ഇടക്ക് വരുന്ന മുളർ ഗോത്രക്കാർ പ്രത്യേകം പറയപ്പെടുന്ന പ്രത്യേകം പ്രാധാന്യം കൊടുത്തിട്ടുള്ള റജബ് മാസവുമാണ്. ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 പ്രത്യേകമായി പറഞ്ഞു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം മുഹറമിനെ കുറിച്ചാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ മാസം മുഹറമായി പരിഗണിക്കപ്പെടുന്നു. അതെങ്ങനെ വന്നു എന്ന് ഞാൻ പിന്നീട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹറമാണ്. ആ മുഹറമിൽ തന്നെ അതിലെ 10ാമത്തെ ദിവസം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. മുഹറമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ഏതെന്ന് വെച്ചാൽ വഹുവൽ ആശിർ അൽ-യൗമുൽ ആശൂറ എന്ന് വിളിക്കപ്പെടുന്ന 10ാമത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്താണ് അതിന്റെ പ്രത്യേകതയുടെ കാരണം? എന്തുകൊണ്ടാണ് അത് പ്രത്യേകമായി തീരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രവാചകരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഹദീസിൽ കാണാം. ലമ്മ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന മുഹാജിറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ വജദൽ യഹൂദ യസൂമൂനഹു യഹൂദികൾ ജൂതന്മാർ അവർ നോമ്പെടുക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു മഹാ റസൂലുള്ളാഹി തസൂമൂന നിങ്ങളിപ്പോൾ എടുക്കുന്ന നോമ്പ് എന്ത് നോമ്പാണ്? ഖാലൂര് പറഞ്ഞു ഇന്നഹു യൗമുൻ അസ്സ അല്ലാഹു ഫീഹി മൂസ വഖൗമ വഅദല്ല അല്ലാഹു ഫീഹി ഫിർഔന വഖൗമ ഇതൊരു പ്രത്യേക ദിവസമാണ്. ഈ ദിവസം അഅസ്സ അല്ലാഹു ഫീഹി മൂസ വഖൗമഹു മൂസ നബിയെയും അദ്ദേഹത്തിന്റെ ജനതയും അല്ലാഹു പ്രതാപത്തിലാക്കിയ ദിവസമാണ്. വഅദല്ല അല്ലാഹു ഫീഹി ഫിർഔന വഖൗമ ഫിർഔനെയും അവന്റെ കൂടെയുള്ള ആളുകളെയും അല്ലാഹു നിന്ദയിലാക്കിയ ദിവസമാണ്. വേറെ റിപ്പോർട്ടിൽ കാണാം ഹാദാ യൗമുൻ സ്വാലിഹ് ഇതൊരു നല്ല ദിവസമാണ്. വേറെ ഹദീസിൽ കാണാം ഹാദാ യൗമുൻ അദീം ഇതേറെ മഹത്വമുള്ള ദിവസമാണ്. ആ മഹത്വത്തിന്റെ പ്രത്യേകത മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂടെയുള്ളവരെയും അല്ലാഹു ഫിർഔനിന്റെ കിരാതമായ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഏകഛത്രാധിപതിയായ ഫിർഔനെയും അവന്റെ ആളുകളെയും എന്നേക്കുമായി ചെങ്കടലിന്റെ ആഴിയിലേക്ക് മുക്കിത്താഴ്ത്തി നശിപ്പിച്ചു കളയുകയും അപമാനിതനാക്കുകയും ചെയ്ത ദിവസമാണിത്. അന്ന് ഫസാമഹു മൂസ ഫസാഖദ് സമഹു മൂസ ഫനഹ്നു നസൂമു അതിന്റെ നന്ദി സൂചകമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് നോമ്പെടുത്തു. ഞങ്ങളും നോമ്പെടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഹ്നു അഹഖു വഔലാദി മൂസ മിൻകും നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും ബന്ധപ്പെട്ടയാളും ഏറ്റവും അടുത്തുള്ള ആളും ഞാനാണ്. അങ്ങനെ ഫസ്വാമഹു വഅമറ ബിസിയാമിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. നോമ്പെടുക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണാം. നമുക്കറിയാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ വാക്ക് വളരെ പ്രധാനമാണ്. മൂസ നബിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആള് ഞങ്ങളാണ്. കാരണം മൂസ നബി ഏതൊരു ആദർശമാണോ പഠിപ്പിച്ചത്, മൂസ നബി ഏതൊരു വിശ്വാസവും ഏതൊരു ആചാരങ്ങളുമാണോ പഠിപ്പിച്ചത്, അതിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആള് ഞങ്ങളാണ്. കാരണം ജൂതന്മാർ പിന്നീട് പലതിലും മാറ്റങ്ങൾ വരുത്തുകയും കോട്ടിമാട്ടലുകൾക്ക് വിധേയമാക്കുകയും ചെയ്ത് ആ മതത്തെ തന്നെ നശിപ്പിച്ചില്ലാതാക്കിയവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കയിലെ ഖുറൈശികൾ പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നത് മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ്.
അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇബ്രാഹിമിനോട് നിന്നേക്കാൾ ബന്ധപ്പെട്ട ഞങ്ങളല്ലേ? ഇബ്രാഹിമിന്റെ വിഗ്രഹമുണ്ടാക്കി കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് അതിന് പൂവും പുഷ്പവും അർച്ചനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഞങ്ങളാണ്. പക്ഷെ ഒരിക്കൽ പോലും മുഹമ്മദ് നീയോ നിന്റെ ആളുകളോ ആ വിഗ്രഹത്തിന്റെ അടുത്ത് വരും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളെക്കാൾ ഇബ്രാഹിമിനോടടുത്ത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനായത്ത് ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞു, അല്ല, ഇന്ന ഔലന്നാസി ബിഇബ്രാഹീം, ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്ത ആള് ആരാണ്? ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു, അദ്ദേഹത്തെ പിന്തുടർന്നവരും ഈ പ്രവാചകരും ഈ പ്രവാചകർ വിശ്വസിച്ച ആളുകളുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തിരുത്തി കൊടുക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം അറിയാം? ഇബ്രാഹിം നബി മുന്നോട്ട് വെച്ച തൗഹീദ് എന്തായിരുന്നോ, ഇബ്രാഹിം നബി മുന്നോട്ട് വെച്ച ആദർശ പ്രഖ്യാപനം എന്തായിരുന്നോ, അത് നടപ്പിൽ വരുത്തുന്നതിൽ വീഴ്ച വരുത്തിയ നിങ്ങൾക്ക് ഇങ്ങനെ ഇബ്രാഹിമിനെ അവകാശപ്പെടാൻ പറ്റും? അത് പറയാൻ പറ്റുന്നയാൾ മുഹമ്മദ് നബിയാണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതേ വർത്തമാനമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഹഖു ബി മൂസ, ഞാനാണ് അഹഖു വ ഔലാ ബി മൂസ, നിങ്ങളെക്കാൾ മൂസ നബിയോട് ഏറ്റവും അടുത്തതും ബന്ധപ്പെട്ടയാളും ഞാനാണ്. അതുകൊണ്ട് മൂസ നബിക്ക് ആ ലഭിച്ച അനുഗ്രഹത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. വേറെയും ചില സംഭവങ്ങൾ കാണാം. ചില ഹദീസുകളിൽ പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊരു ഹദീസിന്റെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പോലെയുള്ളവർ രേഖപ്പെടുത്തി കാണാം. ബഹുവല്ലദി ഇസ്തവത്തു ഫീഹി സഫീനത്തു അലൽ ജൂദി ഫസാമഹു നൂഹ് ശുക്രാ. മുഹറം 10 അഥവാ ആശൂറ, ആ ആശൂറയിൽ തന്നെയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബിക്ക് അള്ളാഹു രക്ഷ നൽകിയ കപ്പൽ, ആ കപ്പൽ സഞ്ചരിച്ച അവസാനം ജൂദി പർവ്വതത്തിൽ അത് അസ്ഥിവാരമിടുന്നത്, സ്ഥിരപ്പെടുന്നത് ഇതുപോലെ ഒരു 10ാമത്തെ ദിവസമായിരുന്നു. അന്ന് നൂഹ് നബിയും ആ ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പെടുത്തിരുന്നു എന്നും ഇമാം അഹ്മദിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ മുഹറം 10 എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള മാസമാണ്. അത് മുഹറം 10 എന്നുള്ള പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്നത് നോമ്പെടുക്കുക എന്നതാണ്. ഇനി ഞാനതിന്റെ മറ്റു വിഷയം പിന്നീട് സംസാരിക്കാം. അതിനിടയിൽ ഹിജ്റ കലണ്ടറിൽ എങ്ങനെയാണ് മുഹറം 1ാമത്തെ മാസമായത്? നമ്മൾ കണക്കാക്കി വരുന്ന ഹിജ്റ, ആ ഹിജ്റ കലണ്ടറിൽ മുഹറം 1ാമത്തെ മാസമാകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നമുക്ക് ഒരു കലണ്ടർ പ്രത്യേകമായി ഉണ്ടായത്? ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ മാസം 12 അതിങ്ങനെ കണക്കാക്കപ്പെട്ടു വരുന്നുമുണ്ട്. അതിൽ 1ാമത്തെ മാസമായി മുഹറം എങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്നത് പരിശോധിക്കുമ്പോഴാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഏകദേശം 3 വർഷം. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുന്നുണ്ട്. ആ കത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: ഇന്നഹു യഅതീനാ മിൻക കുതുബുൻ വറസാഇൽ ലൈസ ലഹാ താരീഖ്. അമീറുൽ മുഅ്മിനീൻ ഖലീഫ, നിങ്ങളുടെ അടുത്ത് നിന്ന് ധാരാളം കത്തുകൾ, ധാരാളം കടിതങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഡേറ്റ് ഇല്ലല്ലോ ഉമറേ, ഒന്നിനും ഒരു താരീഖ് കാണുന്നില്ലല്ലോ. അപ്പൊ എപ്പോഴാണ് ഇത് വന്നത്, ഡേറ്റ് ഒന്ന് പരിശോധിക്കാൻ ഒക്കെ ഒന്നുമില്ല. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിൻ ഐന യബ്ദഊന താരീഖ്, എവിടുന്നാണൊക്കെ ആളുകളൊക്കെ ഈ താരീഖ് തുടങ്ങുന്ന എവിടുന്നാണ്? ഈ മാസം, ഈ വർഷം അങ്ങനെ തുടങ്ങുന്ന കലണ്ടർ അല്ലെങ്കിൽ അതിനെ ആ ചരിത്രപരമായി രേഖപ്പെടുത്തൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വഖാല ബഅദുഹും, സ്വഹാബികൾ ചില ആളുകൾ പറഞ്ഞു, അരിഖു കമാ തുഅരിഖുൽ ഫുറുസ് ബിമുലൂകിഹ, നമുക്കൊരു കാര്യം ചെയ്യാം, പേർഷ്യക്കാരൊക്കെ ഡേറ്റ് കണക്കാക്കുന്നത് പോലെ നമുക്ക് കണക്കാക്കാം. അവരവരുടെ രാജാക്കന്മാരെ വെച്ചുകൊണ്ടാണ് കണക്കാക്കുന്നത്. ഏതെങ്കിലും ഒരു രാജാവ് മരിച്ചാൽ അടുത്ത രാജാവ് അധികാരമേൽക്കുമ്പോൾ ഈ കണക്ക് വെച്ചാണ് പിന്നെ പരിശോധിക്കുക. ഇന്ന രാജാവ് അധികാരമേറ്റത് മുതൽ നമുക്ക് അങ്ങനെ ആക്കിയാലോ.
അപ്പോ സ്വഹാബികൾ ചില ആളുകൾ പറഞ്ഞു വേണ്ട, അത് വേണ്ട. അപ്പൊ വേറെ ചില സ്വഹാബികൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അരിഹുബി താരിഖ് റൂം, അങ്ങനെയാണ് റോമക്കാർ. അന്ന് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് പേർഷ്യയും റോമും. എന്നാൽ റോമക്കാരെടുക്കുന്ന പോലെ നമ്മൾ എടുത്താലോ? അപ്പോഴും സ്വഹാബികൾ പറഞ്ഞു വേണ്ട. അപ്പൊ ചില സ്വഹാബികൾ പറഞ്ഞു എന്നാൽ അരിഹു മിൻ മൗലിദിർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കണക്ക് ആ വർഷം വെച്ചിട്ട് എടുത്താലോ? നബി തങ്ങളുടെ ജനന വർഷം മുതൽ എടുക്കാം. അപ്പൊ ചില ആളുകൾ പറഞ്ഞു വേണ്ട, അത് വേണ്ട. അപ്പൊ ചില ആളുകൾ പറഞ്ഞു വഖാല ആഖറൂന മിമ്മ ബഅദിഹി, എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്ത് മുതൽ എടുക്കാം. നബി തങ്ങൾ എന്നാണ് പ്രവാചകനായത് ആ വർഷം മുതൽ എടുക്കാം. വഖാല ആഖറൂന മിൻ ഹിജ്റതിഹി, അപ്പൊ ചില സ്വഹാബികൾ പറഞ്ഞു ഹിജ്റയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നുഅർരിഖു മിനൽ ഹിജ്റ, നമ്മുടെ കണക്കാക്കും, നമ്മുടെ മാസം കണക്കാക്കും, വർഷം കണക്കാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങുന്നത് ഹിജ്റ മുതൽ. കാരണം അന്നൽ ഹിജ്റ തഫറഖത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹിജ്റയാണ് സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ഒരു സംഭവം. അതുകൊണ്ട് നമുക്ക് ഹിജ്റയെ ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു ഹിജ്റയെ ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. അങ്ങനെ ഹിജ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇസ്ലാമിക കലണ്ടർ ഉണ്ടാകാൻ പോവുകയാണ്, അടുത്ത വർത്തമാനം. അങ്ങനെയെങ്കിൽ ആ ചരിത്രം തുടങ്ങുമ്പോൾ, ആ വർഷം തുടങ്ങുമ്പോൾ ഏത് മാസത്തിൽ തുടങ്ങും? അവർ ചിന്തിച്ചതാണ് ഐഷഹരിഞ്ഞ ഏത് മാസത്തിലാ തുടങ്ങേണ്ടത്? വഖാല ബഅദുഹും മിൻ റമളാൻ, ചില ആളുകൾ പറഞ്ഞു നമുക്ക് റമളാൻ തുടങ്ങാം. കാരണം ലിഅന്നഹു അശ്ശഹറുൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസമാണല്ലോ ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് ആ മാസം തുടങ്ങാം. വഖാല ബഅദുഹും, സഹാബികൾ ചില ആളുകൾ പറഞ്ഞു മിൻ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ തുടങ്ങാം. അന്ന് പ്രവാചകൻ ജനിച്ച മാസമല്ലേ? ആണോ? അങ്ങനല്ല സഹാബികൾ പറഞ്ഞത്. കാരണം ലിഅന്നഹു അശ്ശഹറുൽ ലദീ ഖദിമ ഫീഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത മുഹാജിറ, റബീഉൽ അവ്വലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറായി ഹിജ്റയായി മദീനത്തെത്തിയത്. അപ്പോൾ റസൂൽ മദീനയിലേക്ക് വന്നത് റബീഉൽ അവ്വലാണ്. അതുകൊണ്ട് അങ്ങനെ കണക്കാക്കാം. ജന്മദിനാണെന്നല്ല കേട്ടോ, ഹിജ്റയാണെന്ന് കണക്കാക്കാം. അപ്പൊ ചില ആളുകൾ പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവരുടെ കൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അയ്യകൂന മിനൽ മുഹറം, മുഹറമിൽ നിന്നാകാം. കാരണം എന്താ? ലിഅന്നഹു മിനൽ അശ്ഹറിൽ ഹുറും, അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല വഹുവ ബഅദ ശഹരി ദിൽ ഹിജ്ജത്തി അല്ലദീ യുഅത്തി ഫീഹിൽ മുസ്ലിമൂന ഹജ്ജഹും അല്ലദീ ബിഹി തമാമ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫർളുകളിൽ അഞ്ചാമത്തെ ഫർളായ ഹജ്ജ് ജനങ്ങൾ മുസ്ലിമീങ്ങൾ പൂർണ്ണമായും വീടിയതിന് ശേഷം വരുന്ന ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത വരുന്ന മാസം മുഹറം. മാത്രമല്ല والذي كانت فيه بيعة الأنصار للنبي صلى الله عليه وسلم والعزيمة على الهجرة, ആ മാസമാണ് അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബൈഅത്ത് നടത്തിയ മാസം. ആ മാസത്തിലാണ് ഹിജ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതെല്ലാം കൂടി സംയോജിച്ചു വരുന്നത് മുഹറമായതുകൊണ്ട് ഇസ്ലാമിക ചരിത്ര രേഖപ്പെടുത്താൻ, ഡേറ്റ് രേഖപ്പെടുത്താൻ, ഹിജ്റ എന്ന കലണ്ടർ രേഖപ്പെടുത്തുമ്പോൾ ഒന്നാമത്തെ മാസം മുഹറമായി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു സ്വഹാബികൾ. ആ തീരുമാനത്തിലാണ് അഫ്ളലുൽ ഖുറൂൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള സ്വഹാബത്തിന്റെ മുഴുവൻ ഇജ്മാഉം ആ വിഷയത്തിലേക്ക് ഒന്നിച്ചു ചേർന്ന് അങ്ങനെയാണ് മുഹറം നമ്മൾ കണക്കാക്കുന്നത് പോലെ ഒന്നാമത്തെ മാസമായി പരിഗണിക്കപ്പെടുന്നത്. ഞാൻ ഒന്നാമത്തെ മാസമായതിന്റെ ചരിത്രമാണ് പറഞ്ഞത്. മുഹറമിന്റെ ശ്രദ്ധതല്ല, മുഹറമിന്റെ ഫضل വേറെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ് മുഹറമിന്റെ ഫضل. ഇതെങ്ങനെയാണ് ഒന്നായത് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇനി ആശുറാ 10ാമത്തെ ദിവസം, അന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ കൽപ്പിച്ചു. ഈ 10ാമത്തെ ദിവസം, മുഹറമിന്റെ 10ാമത്തെ ദിവസം, അത് ജൂതന്മാര് മാത്രമല്ല പ്രാധാന്യമായി കണ്ടത്. ജൂതന്മാര് മാത്രമല്ല,
മക്കയിലെ മുശ്രിക്കുകൾക്കും അത് പ്രാധാന്യമായിരുന്നു. മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന ആശുറാ യൗമൻ തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ്യ. ജാഹിലി കാലഘട്ടത്തിൽ തന്നെ ഖുറൈശികൾ ആശുറാ നോമ്പെടുത്തിരുന്നു. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, നബി തങ്ങളും ആ നോമ്പെടുത്തിരുന്നു. ഫലമ്മ ഖദിമൽ മദീനത സ്വമഹു വഅമറ ബിസിയാമി. നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്ന് ശ്രദ്ധിച്ചോ. ഫലമ്മ ഫുരിദ റമളാനു കാന മൻ ശാഅ സ്വമ വമൻ ശാഅ തറക. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ആശുറാഇന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, ഇഷ്ടമുള്ളവർ എടുത്തോളൂ, ഇഷ്ടമുള്ളവർ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഫർളായി എടുക്കപ്പെടേണ്ടുന്ന നോമ്പ് റമളാൻ മാത്രം. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയതോടുകൂടി ആശുറാഇന്റെ നിർബന്ധത നസ്ഖ് ചെയ്യപ്പെട്ടു എന്നാണ് ആ വിഷയത്തെ പണ്ഡിതന്മാരെ വിശദീകരിച്ചു തരുന്നത്. അപ്പൊ റമളാൻ ഈ ശഅബാൻ ഈ മുഹറമിലെ 10ാമത്തെ ദിവസത്തെ ആശുറാ നോമ്പ് വളരെ പ്രാധാന്യമാണ് എന്നിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. എങ്കിൽ അതിന്റെ പ്രതിഫലം എത്രയിരിക്കും? അന്നത്തെ ദിവസം നോമ്പെടുത്താൽ എന്ത് പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് രേഖപ്പെടുത്തി കാണാം, അത അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ സിയാമു യൗമി ആശുറാ. ആശുറാഇന്റെ ദിവസത്തെ നോമ്പ് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബല. കഴിഞ്ഞ ഒരു വർഷത്തെ, മുമ്പത്തെ വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് ഈ ഒരു ദിവസത്തെ നോമ്പ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കഴിഞ്ഞൊരു വർഷത്തെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാണ് മുഹറമിലെ 10ാമത്തെ ദിവസം യൗമുൽ ആശിർ എന്ന് പറഞ്ഞ ആശൂറാ ദിവസത്തിലെ നോമ്പ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ പിന്നെ ഒരു വിഷയം ബാക്കിയുണ്ട്. നമ്മൾ 9 എടുക്കുന്നുണ്ടല്ലോ, 10 മാത്രമല്ല ഇപ്പൊ പറഞ്ഞത്, 10 മാത്രമല്ല 9 എടുക്കുന്നുണ്ടല്ലോ. അതിനെന്ത് പ്രത്യേകതയാണുള്ളത്? 9 എന്ത് പ്രത്യേകതയാണുള്ളത്? 9ന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 നോമ്പെടുത്തിട്ടില്ല. അവിടുത്തെ ജീവിതകാലത്തിന്റെ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9ന്റെ നോമ്പെടുത്തിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് നോക്കിയാൽ കാണാം, ജൂതന്മാരോട് സമരസപ്പെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഇല്ലാതാക്കി. ഓരോന്നും ഇല്ലാതാക്കിക്കൊണ്ടുവന്നു. ഞാൻ അത് മാത്രം പറയാൻ കുറെ സമയം എടുക്കുന്നതിലേക്ക് പോവില്ല. പല കാരണങ്ങളും, ഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് നിങ്ങൾ എതിരാവണം എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ പലതും ഇല്ലാതെയാക്കി തീർത്തു. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ മുമ്പത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംനാ അൽ-യൗമ അത്ത്-താസിഅ. വഫീ ഹദീസ് ഉഖ്റാ ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്ത്-താസിഅ. ഞാൻ അടുത്ത വർഷം ഉണ്ടാകുമെങ്കിൽ, അടുത്ത വർഷം മുന്നിട്ട് വരുന്ന വർഷത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 9ന്റെ നോമ്പ് കൂടി നമ്മൾ നോക്കും. ഉറപ്പായും ലഅസൂമന്ന അത്ത്-താസിഅ, 9ന്റെ നോമ്പ് ഞാൻ എടുക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, സൂമു യൗമ ആശുറാ വഖാലിഫുൽ യഹൂദ് സൂമു ഖബ്ലഹു യൗമൻ വബഅദഹു യൗമാ. നിങ്ങൾ ആശുറാ നോമ്പെടുക്കണം, യഹൂദികളോട് നിങ്ങൾ എതിരാവണം. അതിനെന്ത് വേണം? ഒന്നെങ്കിൽ മുമ്പൊരു നോമ്പെടുക്കുക, അല്ലെങ്കിൽ ശേഷം ഒരു നോമ്പെടുക്കുക. അപ്പൊ 9 എടുക്കാം, അല്ലെങ്കിൽ 11 എടുക്കാം. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, എടുക്കുമ്പോൾ ഒരാൾക്ക് 9 നോമ്പെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10ഉം 11ഉം എടുക്കാം, അല്ലെങ്കിൽ 9ഉം 10ഉം എടുക്കാം. എന്തായാലും അതിലൊരു ഖിലാഫുണ്ട് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ 9ന്റെ നോമ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ 11ന്റെ നോമ്പ് കൂടെ ചേർത്തെടുക്കുന്നു. ദേഷ്യം വന്ന്
ദേഷ്യം വന്നിട്ട് യഹൂദികൾ പറഞ്ഞൊരു വർത്താനുണ്ട്, മാ യുരീദു ഹാദർ റജുൽ അയ്യദഅ മിൻ അംരിനാ ശൈഅൻ ഇല്ലാ ഖാലഫനാ ഫീ. എന്തൊരു മനുഷ്യനാണ് ഇയാൾ, ഏതൊക്കെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചത് അതിനോടൊക്കെ എതിര് പറയാണല്ലോ, എല്ലാത്തിനോടും എതിരാക്കാനുള്ള ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്ന് ജൂതന്മാർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുക വരെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ മുഹറത്തിലെ 9ഉം 10ഉം നോമ്പെടുക്കൽ വളരെ പ്രാധാന്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം, ആ സുന്നത്ത് കൃത്യമായി ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. മുഹറം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മാസത്തിലും എങ്ങനെ വേണമെന്നത് കൃത്യമായി, ഏതൊക്കെ പ്രാധാന്യമുള്ള മാസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്, അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ചെറുതും വലുതുമായ മുസ്ലിയാക്കന്മാർ മുഴുവനും ഇറങ്ങി മുഹറത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ധാരാളം വിഷയങ്ങൾ ഒരു മുസ്ലിം പ്രസംഗിക്കുന്നത് കേൾക്കാം. ഒരാൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ്, മുഹറമിന്റെ 1ാമത്തെ ദിവസം നിങ്ങൾ ശുദ്ധിയോടുകൂടി, മനഃശുദ്ധിയോടുകൂടി, ഇഖ്ലാസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു തെളിഞ്ഞ പേപ്പറിൽ എഴുതണം. അതെങ്ങനെ എഴുതണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ മുസ്ഹഫിൽ കാണുന്ന പോലെ എഴുതാൻ പാടില്ല, ഒറ്റ അക്ഷരങ്ങളായിട്ട് എഴുതണം. അങ്ങനെ എഴുതിയാൽ വലിയ ബറക്കത്ത് വീട്ടിൽ കിട്ടും, കുടുംബത്തിൽ ബറക്കത്ത് കിട്ടും, കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടും. ആ ഒരു വർഷം മുഴുവനും ബറക്കത്തായിരിക്കുമെന്ന്. എവിടുന്നാണ് ഇതൊക്കെ കിട്ടുന്നത് മനസ്സിലാവണില്ല. ഞാനിങ്ങനെ കേട്ടപ്പോ നോക്കി, ആരാണ് ഇത് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? മുജറബാത്തു ദൈറബി എന്ന കിതാബിൽ ദൈറബി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഏതാണ് ഈ മുജറബാത്തു ദൈറബി? നിങ്ങൾക്കറിയോ? മുജറബാത്തു ദൈറബി എന്ന് പറഞ്ഞാൽ തൽസമാത്തിന്റെ കിതാബാണ്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ആത്മീയ ചികിത്സ ഉണ്ടാക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ബുക്കാണത്. അത്രയും വൃത്തികെട്ടൊരു സാധനത്തിൽ ഏതോ ഒരുത്തൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം ഈ പവിത്രമായ മാസത്തിൽ വരെ നശിപ്പിക്കുന്ന മുസ്ലിംമാർ. ബിസ്മില്ലാഹ്, അതും എങ്ങനെ എഴുതണം? പിശാചിന്റെ കളി നോക്കണം നിങ്ങൾ, ശൈത്താന്റെ പണി നോക്കണം നിങ്ങൾ. ശൈത്താൻ മനുഷ്യനെ ഏറ്റവും വഴിപിഴപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ രൂപം. അതും അള്ളാഹു പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതാൻ സമ്മതിക്കൂല. പിന്നെങ്ങനെ വേണം? ഈ തൽസമാത്തിന്റെ അസ്മാഇന്റെ ഉസ്താദുമാരുണ്ടാക്കിയ മാതിരി ബാബു വേറെ, നീമ് വേറെ, അങ്ങനെ ഓരോന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ എഴുതണം. ഇതിന് ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ്, വലിയ ബറക്കത്തുണ്ടാകുമെന്നാണ്. വേറെ ചില ആളുകൾ മുഹറമിന്റെ 10ന്റെ അന്ന് ആശുറ ദിനം ലോകത്ത് ശീഇകൾ മുഴുവനും അന്ന് സ്വന്തം ശരീരങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കീറി മുറിക്കുന്ന ദുഃഖാർത്ഥമായ ദിവസമായി കാണും. എന്തുകൊണ്ട്? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാക്കപ്പെടുന്നത് മുഹറം 10നാണ് എന്നാണ്. നാളെ മകനേക്കാൾ കൂടുതൽ ചേട്ടൻ ബാപ്പാനോട് വേണ്ടേ? എന്നാൽ കാണാം നമുക്ക് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 40-ാം വർഷം റമളാൻ 27, റമളാൻ 17ന്റെ സുബഹി അദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് മൂർധാവിൽ വെട്ടി അദ്ദേഹം അവിടെ ഷഹീദായി വീഴുന്നത്. ആരും അന്ന് ദുഃഖാചരണം കൊണ്ടാടിയില്ല, ആരും അതിന്റെ പേരിൽ പ്രയാസപ്പെട്ടില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 36 ആ 36-ലെ ദുൽഹിജ്ജയിലെ അയ്യാമത്തെ ശരീഅത്തിന്റെ ദിവസങ്ങളിൽ അദ്ദേഹം വീട്ടിൽ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനോടനുബന്ധമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശിരസ് മുറിക്കപ്പെടുകയും കലാപകാരികളാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടുന്നു. ആരും ഒരു ദുഃഖാചരണം കൊണ്ടാടിയിട്ടില്ല. പ്രത്യേകം ആ മാസം കടന്നു വരുമ്പോൾ ദുഃഖാചരണമില്ല.
സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മെഹ്റാബിൽ സുബഹി നമസ്കാരത്തിന് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അടിവയറ്റിലേക്ക് ഒരുത്തൻ കത്തികുത്തി കയറ്റിയത്. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടുന്നത്. ഇല്ല, മുസ്ലിം ഉമ്മത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നു റാഫിദികളായ ശീഇകളും ഇമാമിയാക്കളും അടക്കം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പ്രത്യേകമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുഹറമിന്റെ അവസാനത്തെ ഈ മുഹറമിലെ 10ന്റെ അന്ന് കൊണ്ടാടുന്ന ചില പ്രത്യേകമായ ആചാരങ്ങൾ അറിഞ്ഞിരിക്കണം. മുസ്ലിം സമുദായത്തിലേക്ക് ശീഈവൽക്കരണം ശക്തമായി നടക്കുന്നു. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കൊണ്ടോട്ടിയിൽ കാലങ്ങൾക്ക് മുമ്പേ നിന്നുപോയ അതെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പടയോട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശീഈ നേതാക്കന്മാര് തങ്ങളുടെ മുഴുവൻ ആയുധവും വെച്ച് കീഴടങ്ങിപ്പോയ സ്ഥലമാണ് കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടിയിലാണ് ശീഈയത്തിന്റെ വേര് തേടിപ്പോയി വീണ്ടും അത് പുനരാനയിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ശീഈയത്ത് ശക്തമായി കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ പണ്ഡിതന്മാർ ഇത്തരം ശീഈ വലയത്തിലുണ്ട്. അതിലേക്ക് എത്തുകയാണ്. മുഹറമിന്റെ പ്രത്യേകത ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കണക്ട് ചെയ്ത് അതിലേക്ക് മാറ്റി ചില പ്രത്യേക ദിക്റുകളുടെയും പ്രത്യേക എഴുത്തുകളുടെയും ഒക്കെ പ്രാധാന്യം മാത്രമാക്കി അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ആശയത്തെ താഴേക്ക് വെക്കുന്ന അതിദാരുണമായ അവസ്ഥ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂൽ എന്താണ് നമ്മൾ പഠിപ്പിച്ചത്? മുഹറമിൻ കടന്നു വന്നപ്പോൾ നബിതങ്ങൾ എന്താ ചെയ്തത്? ആ മുഹറമിന്റെ 10ന്റെ അന്ന് നബിതങ്ങൾ എന്താ ചെയ്തത്? അതിനപ്പുറത്തേക്ക് നിൽക്കുക ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെക്കാൾ അള്ളാന്റെ റസൂലിനേക്കാളും വലിയ ദീനിന്റെ ആളുകളും വലിയ വിവരമുള്ളവരും നമ്മളാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കലും ഒരു പ്രഖ്യാപനം നടത്തലുമാണ്. നഊദു ബില്ലാഹ്. നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഒന്നും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികൾക്കറിയില്ല, താബിഈങ്ങൾക്കറിയില്ല, തബഉ താബിഈങ്ങൾക്കറിയില്ല, ഇമാമുമാർക്കറിയില്ല. പക്ഷെ ഈ കുറച്ചു കാലം തൊട്ടു മുമ്പ് വന്ന ഈ തൽസമാത്ത് കൊച്ചെഴുത്തെന്ന പേരിൽ കൊണ്ടുവന്ന അസ്മാഇന്റെ കീറ കിതാബുകൾ ഏതൊക്കെയോ മനുഷ്യൻ പിശാചിന്റെ ദുർബോധനത്തിൽ അവരെഴുതി വെച്ച വാക്കുകൾ സമൂഹത്തിൽ കൊണ്ടുവന്ന് ഛർദ്ദിച്ച് സമൂഹത്തിൽ ഇതിന്റെ പവിത്രത ഇല്ലാതാക്കുന്ന സ്വഭാവം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്.